നിങ്ങളെ അനുസരിപ്പിക്കാൻ ശേഷിയുള്ള സീനിയർ പോലീസ് ഓഫീസർമാരിൽ പലരും എന്റെ ചങ്ങാതിമാരാണ്. അത് നിങ്ങൾ മറക്കണ്ട. അറിയാം സാർ. ഇത്രയും സമ്പന്നരായ നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ട സ്വാധീനങ്ങളൊക്കെ ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ ഞാൻ നിങ്ങളുടെ മകനെ കൊണ്ടുപോകാൻ തീരുമാനിച്ചത് നിങ്ങൾക്ക് തടയാൻ പറ്റില്ല. തടയും. എന്റെ കൺമുന്നിൽ നിന്ന് ഇവനെ നിങ്ങൾക്ക് പിടിച്ചുകൊണ്ടുപോകാൻ പറ്റില്ല. കണിമംഗലം പരമേശ്വരന്റെ സ്വാധീനത്തെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞില്ലേ? വെറും 24 മണിക്കൂറിനുള്ളിൽ ഇവിടെ നിന്ന് പോയ പ്രിയങ്കയെ തിരിച്ചു കൊണ്ടുവന്ന് ഇവിടെ നിർത്താൻ എനിക്ക് കഴിയും. എവിടെന്ന്? കത്തിച്ചു കഴിഞ്ഞ ചാരത്തിൽ നിന്നോ? നിങ്ങൾ എന്താ പറഞ്ഞത്? കത്തിച്ചു കളഞ്ഞെന്നോ? മിസ്റ്റർ പരമേശ്വരൻ, നിങ്ങളൊരു വിഡ്ഢിയെ പോലെ എന്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നതിൽ എനിക്ക് സഹതാപമുണ്ട്. പക്ഷെ നിങ്ങളെ വിഡ്ഢിയാക്കിയത് ഈ നിൽക്കുന്ന 3 പേര് ചേർന്നാണ്. നിങ്ങളുടെ 2 മക്കളും നിങ്ങളുടെ പ്രിയപ്പെട്ട അനുജനും. ഇവര് 3 പേരും ചേർന്ന പ്രിയങ്കയുടെ മൃതദേഹം മോർച്ചറിയിൽ നിന്ന് ഏറ്റുവാങ്ങിയതും കത്തിച്ചതും. സാർ എന്തൊക്കെ ഈ പറയുന്നേ? വെറുതെ കള്ളക്കഥ പറയല്ലേ. കള്ളക്കഥയല്ല, കൺമുമ്പിൽ നിൽക്കയല്ലേ കുറ്റവാളികള്. ചോദിക്ക് ഏതെങ്കിലും ഒരുത്തനോട്. സിറ്റിക്ക് പുറത്ത് ഒരു ഒഴിഞ്ഞ മുറിയിൽ ഒരു പെൺകുട്ടിയുടെ മൃതശരീരം കത്തിക്കരിഞ്ഞു കിടക്കുന്നത് കണ്ടപ്പോ സംശയം തീർക്കാനാ ഞാൻ ഇവരെ വിളിച്ചു വരുത്തിയത്. ഇവരെ മാത്രമല്ല, ആ പെൺകുട്ടിയുടെ ചേച്ചി രാധികയും. ശവശരീരം മാത്രമല്ല, അതിന് തൊട്ടടുത്ത് കിടന്ന വസ്ത്രങ്ങളും കണ്ടു. അത് പ്രിയങ്ക തന്നെയാണെന്ന് ഉറപ്പിച്ച് രജിസ്റ്റേർഡിൽ ഒപ്പുവിട്ടു. എന്തൊക്കെയാ മോനെ കേൾക്കുന്നേ? അത് കൈപ്പറ്റിയതേ കള്ളവ ദേവേട്ട, നമ്മുടെ പ്രിയങ്ക മോക്ക് അങ്ങനെ നമ്മളെ വിട്ടു പോകാനൊന്നും പറ്റില്ല. സാറേ, കള്ളവ സാറേ ഇതൊക്കെ. ഞങ്ങള് അച്ഛനും അമ്മയും ഒന്നും വരാതെ എങ്ങനെയാ സാറേ നിങ്ങൾ അവളെ കത്തിച്ചെന്നൊക്കെ പറയുന്നേ? ക്ഷമ പറയാനേ ഞങ്ങൾക്ക് പറ്റും. മൃതദേഹം ഏറ്റുവാങ്ങിയ കൂട്ടത്തില് നിങ്ങളുടെ മൂത്ത മോളും. അയ്യോ ദേവേട്ടാ, രാധികയാണോ?
മാറി. രാധിക നിനക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോ നിങ്ങളുടെ വിവാഹം നടത്തുന്നതാണ് ഞാൻ എന്റെ മരണക്കിടക്കെന്ന് ഞാൻ പറഞ്ഞതല്ലേ. പിന്നെ എന്തിനാ എന്റെ മോളെ കൊന്നത്? എന്തിനാണ് എന്നെ കൊന്നത്? അയ്യോ ആരും തൊടണ്ട. അമ്മേ ദേവേട്ടാ